ഞങ്ങളുടെ കണ്ണിൽ റിമി ചേച്ചിയാണ് ലിനു ചേട്ടനെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത് 113 എന്ന് പറയുന്ന ഷോയിലൂടെ. പിന്നെ MG ശ്രീകുമാരേട്ടൻ മറ്റേ ലോനപ്പെണ്ണ അടി പൂക്കുറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. സോ റിമി ചേച്ചി ആയിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാ? ശരിക്കും റീമിനെ എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാം. എന്റെ വീട് നാട് പാലയാണ്, പാല പൊൻകുന്നമാണ്. അപ്പോ റീമി പാലക്കാരിയാണ്. അപ്പൊ ആ സമയത്തൊക്കെ റീമിയുടെ സ്റ്റാർട്ടിങ് ചെറിയ പ്രോഗ്രാമിനും കൊയറിനും അവിടെയുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകൾക്കൊക്കെ ഒരുമിച്ച് ആ സമയത്ത് പോകാറുണ്ടായിരുന്നു. അന്ന് കൂടുതലും എന്റെ ബ്രദർ തബലിസ്റ്റ് ആയിരുന്നു. അപ്പൊ ബ്രദറിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ആ അച്ഛനും അമ്മയും എല്ലാരും അതെ, എല്ലാരും മ്യൂസിക് ഫീൽഡ് മീൻസ് കലാകാരന്മാരാണ്. അമ്മ ഡാൻസ് ടീച്ചറാണ്. അത് ചെറുപ്പം തൊട്ട് അച്ഛനും അമ്മയും ചെറുപ്പം തൊട്ട് അതെ, അത് തന്നെയാണ് ജീവിതം. ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നു. അങ്ങനെ അപ്പൊ എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ വീട്ടില് ഒരു കലാകാരനല്ലാണ്ട് കയറി വന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ ചെറുപ്പത്തിലൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അനിയനാണെങ്കിൽ ചെറുപ്പം തൊട്ട് തബല വായിക്കുന്ന പറഞ്ഞു അവൻ കലാപ്രതിഭയായിരുന്നു. 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ കലാപ്രതിഭയായിരുന്നു. അപ്പോൾ ഡിസ്ട്രിക്റ്റിലും സ്റ്റേറ്റിലൊക്കെ മത്സരിച്ചിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ പ്രൈസൊക്കെ മേടിച്ച് അപ്പോൾ അവൻ ഡാൻസ് ചെയ്യുമായിരുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, മൃദംഗം, തബല എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് അവനാണ് ഒരു ശരിക്കും വരയ്ക്കും, അവനാണ് ശരിക്കും ഒരു ആർട്ടിസ്റ്റ്. അവൻ ഈ ഫീൽഡിൽ നിന്ന് മാറിപ്പോയി. എന്താ പറയാ, അവനിപ്പം ന്യൂസിലൻഡിലാണ്. അപ്പൊ അവൻ ആ ഫീൽഡ് മൊത്തത്തിലായിട്ട് വിട്ട്. പക്ഷേ ചേട്ടന്റെ കഴിവുകൾ എന്തൊക്കെയാണ്? അങ്ങനെ എനിക്ക് ഒരു കഴിവ് നിങ്ങൾക്കൊക്കെ മ്യൂസിക് സെൻസ് ഒക്കെ ഉള്ളതും പാടാൻ കഴിവുള്ളവരൊക്കെ ഉള്ളിലുണ്ടാവും. പക്ഷെ എനിക്ക് പാടാൻ അറിയില്ല, ശരിക്കും അറിയില്ല. എനിക്ക് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം അതാണ്. കാര്യം വെച്ചാൽ നമ്മുടെ ഇപ്പൊ ഫ്രണ്ട് സർക്കിളിൽ പോയിരിക്കുകയാണെങ്കിൽ അവരൊക്കെ പാടുവാണ്, ഞാൻ ഈ മ്യൂസിക് കൊണ്ട് ജീവിക്കുന്നു, ഇതുകൊണ്ട് നടക്കുന്നു. പക്ഷെ എനിക്ക് പാടാൻ ഒട്ടും അറിയില്ല, എന്താണെന്നറിയില്ല. പക്ഷെ ഹ്യൂമർ സെൻസ് നല്ല രീതിയിലുണ്ട്. അത് നമ്മൾ ഷോയില് കാണാറുണ്ട്. നിങ്ങൾ ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾ കൗണ്ടർ റിമിച്ചേച്ച് ഓരോ ശരടിക്കുന്ന സമയത്ത് ഇതൊക്കെ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന സംഭവം അത് എന്തെങ്കിലും പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സംഭവങ്ങളാണോ? ഇല്ല, റീമിയുടെ ഷോ പ്രീ പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല. കാരണം വെച്ചാൽ അതിന് സ്ക്രിപ്റ്റ് പോലും ഇല്ല. 113 സ്ക്രിപ്റ്റ് പോലും ഇല്ല. ജസ്റ്റ് വന്നിട്ട് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പൊ നമ്മളിപ്പോ വന്നില്ല. അപ്പൊ അതുപോലെ അങ്ങോട്ട് എന്തൊക്കെയോ പറഞ്ഞു പോവുക. പക്ഷെ ചില സമയത്ത് നല്ല എന്താ പറയാ, അതൊക്കെ വൈറലായി ഹിറ്റ് ആവുന്നു. വേറൊരു സാധനം ഞാൻ കേട്ടേക്കണത്, ഞാനാണ് അവിടുത്തെ സ്ഥിരം വേട്ടമൃഗം എന്നുള്ളത്. അത് കറക്റ്റാ. കാര്യം എന്ന് വെച്ചാൽ ഓർക്കസ്ട്ര മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്ന ഞാനാണ്. അപ്പൊ ഞാനാണ് എല്ലാരും വിളിച്ചോണ്ട് വരുന്നത്. അപ്പൊ എന്തെങ്കിലും ഇത് റീമി എന്തെങ്കിലും വിളിക്കുമ്പോൾ അത് ഒരാൾ പോലും ഇറങ്ങില്ല, ഒരു കാര്യത്തിനും ഇറങ്ങില്ല. അപ്പൊ എല്ലാത്തിനും പിന്നെ ഞാൻ ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ റീമിക്ക് ആ പാടെ ഇത് വിളിച്ചിട്ട് ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ആദ്യം അങ്ങനെ തുടങ്ങി. പിന്നെ ഫുള്ള് ഞാനായി, എല്ലാം ശരിക്കും ചെണ്ടയായിരുന്നു. അങ്ങനെ ഇത് വന്ന് അത് കഴിഞ്ഞിട്ട് ലോലപ്പ എന്നുള്ള പേര് വന്നത് ശരിക്കും പറഞ്ഞ സ്റ്റീഫനായിട്ട് കേട്ടോ. സ്റ്റീഫൻ മഴവിൽ മനോരമയിലൊരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ എല്ലാവരുടെയും അപ്പൊ എന്റെ മാത്രം ലിനു ലാൽ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഓഡിയൻസ് ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ അവരുടെ മുമ്പില് ലിനു ലാൽ അങ്ങനെ പേര് വേണ്ടവന്, അവന്റെ ശരിക്കും പേര് ലോലപ്പൻ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞ്